Hello students, welcome to my new video. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന സെക്രട്ടറി അസിസ്റ്റൻറ്റിനുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിനാണ് ഏകദേശം എക്സാമിന് വരുന്നത്. നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിച്ചു വാരിയൊന്നും പഠിക്കാതെ വളരെ കൺസൈസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം നമുക്ക് നോക്കാം. എന്താണ് മാനേജ്മെൻറ്റ്? ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഇപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിലായാലും നമ്മളുടെ സ്വന്തം വീട്ടിലായാൽ പോലും നമുക്കൊരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളിലും. വാട്ട് ഈസ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, ലീഡിങ് നയിക്കുന്നത് ആൻഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. It aims to achieve organizational goals efficiently and effectively. നമുക്കൊരു ഓർഗനൈസേഷനിൽ നമുക്ക് ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങൾ എല്ലാം വളരെ എഫിഷ്യൻ്റായിട്ടും അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഹെൻറി ഫയോൾ എന്നൊരു ചിന്തകനെ കുറിച്ചിട്ടാണ്. മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പേരാണ് ഹെൻറി ഫയോൾ. ഈ ഹെൻറി ഫയോൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തായാലും അത് അറിഞ്ഞിരിക്കണം. എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് അബൌട്ട് മാനേജ്മെൻറ്റ്. ഓക്കെ, ഒരു മാനേജ്മെൻറ്റ് മികച്ചതായിരിക്കണമെങ്കിൽ അതിനൊരു 14 പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 14 പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്ക് വളരെ ചുരുക്കത്തിൽ നോക്കാം. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. സ്പെഷ്യലൈസേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി. അതായത് ഇപ്പോൾ നമുക്കൊരു മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു സ്ഥാപനം എടുക്കാം. ആ സ്ഥാപനത്തിൽ ഫസ്റ്റ് നമ്മൾ അതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ഓഫ് വർക്കാണ്. അതായത് ഓരോ വർക്കും ആരൊക്കെ ചെയ്യണം എന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട വാക്ക് സ്പെഷ്യലൈസേഷൻ എന്ന വാക്കാണ്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി. അതായത് ഓരോ വർക്കും നമ്മൾ ഓരോ ആൾക്കാർക്ക് വളരെ അർഹിക്കുന്ന ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് സ്ഥാപനത്തിലെ അതോറിറ്റിക്ക് വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് റൈറ്റ് ടു കമാൻഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി. കാര്യങ്ങളെല്ലാം അതായത് കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോ വർക്കേഴ്സിന് ഇപ്പോൾ ഒരു മേലധികാരി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ആളില്ലെങ്കിൽ അവർ വളരെ മികച്ച രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല. അതായത് എല്ലാവരുടെയും വർക്ക് സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടായിരിക്കേണ്ടതാണ്. അതായത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസിൽ ആദ്യത്തെ 2 കഴിഞ്ഞു. ആദ്യത്തേത് ഡിവിഷൻ ഓഫ് വർക്ക്, രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, മൂന്നാമത്തത് ഡിസിപ്ലിൻ. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഒരു കമ്പനിയിൽ ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പറായി നടക്കണമെങ്കിൽ, കമ്പനിയിൽ നിന്ന് മാത്രമല്ല പൊതുവെ മാനേജ്മെൻറ്റ് ആവശ്യമുള്ള ഏതൊരിടങ്ങളിലും അത് പ്രോപ്പറായി നടക്കണമെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. റെസ്പെക്ട് ഫോർ റൂൾസ് ആൻഡ് എഗ്രിമെൻറ്റ്സ്. ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, ഫോർത്ത് വൺ, യൂണിറ്റി ഓഫ് കമാൻഡ്. 1 എംപ്ലോയി 1 ബോസ്. അതായത് ഹെൻറി ഫയോൾ പറയുന്നത് ഒരു എംപ്ലോയിക്ക് ഒരു എംപ്ലോയിയെ നോക്കാൻ ഒരു ബോസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു എംപ്ലോയി വളരെ കാര്യക്ഷമമായി വർക്ക് ചെയ്യും. ഓക്കെ, നോർമലി അത് ഇപ്പോൾ അത്ര പോസിബിൾ അല്ലെങ്കിലും ഹെൻറി ഫയോൾ പറയുന്നത് ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് വേണം എന്നതാണ്. അതിനെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. 1 പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് നമ്മളൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യണം ഒരു കമ്പനിയിൽ. ആ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട്. ആ ആക്ടിവിറ്റീസിനെല്ലാം ഒരൊറ്റ പ്ലാൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. അപ്പോൾ എന്താണ് ഹെൻറി ഫയോൾസിൻ്റെ 14 പ്രിൻസിപ്പിൾസ്? ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. സെക്കൻഡ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. തേർഡ്, ഡിസിപ്ലിൻ. ഫോർത്ത്, യൂണിറ്റി ഓഫ് കമാൻഡ്. ആൻഡ് 5, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. നെക്സ്റ്റ്, ആറാമത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്.
ഓക്കെ, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. അടുത്തെല്ലാം നമ്മൾ വളരെ വേഗം നോക്കി പോകുന്നതാണ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ ഫസ്റ്റ്. ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ റെമ്യൂണറേഷൻ, ഫെയർ പേ ഫോർ സർവീസസ് റെൻഡേഡ്. സർവീസ് ചെയ്യുന്ന സർവീസിന് വളരെ മാന്യമായ ശമ്പളം കൊടുക്കേണ്ടതാണ്. എട്ടാമത്തത് സെൻട്രലൈസേഷൻ, ബാലൻസ് ബിറ്റ്വീൻ സെൻട്രൽ അതോറിറ്റി ആൻഡ് എംപ്ലോയി ഫ്രീഡം. അതായത് ഒരു അതോറിറ്റിയും എംപ്ലോയീസുമായിട്ടുള്ള ഒരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം പ്രോപ്പറായി നടക്കണമെങ്കിൽ എംപ്ലോയീസും അതോറിറ്റിയുമായിട്ടുള്ള ഒരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. അടുത്തത് സ്കെലാർ ചെയിൻ. ഇതെപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടതാണ് സ്കെലാർ ചെയിൻ. അതായത് ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇപ്പോൾ നമ്മൾ ഏതൊരു സ്ഥാപനം എടുത്തു പോയാലും അതിനൊരു ചെയിൻ ഉണ്ടായിരിക്കും, അതോറിറ്റിയുടെ ഒരു ചെയിൻ. ഏറ്റവും താഴെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ LD ക്ലർക്കിൻ്റെ എക്സാം എഴുതുകയാണ്. അപ്പോൾ നമ്മൾ LD ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ LD എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള എംപ്ലോയീസ്. ഓക്കെ, അതിന് താഴെ OA ഉണ്ട്, എന്നാലും LD സപ്പോസ് LD ആണെന്ന് വെച്ചു. അതിന് മുകളിൽ UD, അതിന് മുകളിൽ സീനിയർ ക്ലർക്ക്, അതിന് മുകളിൽ വില്ലേജ് ഓഫീസർ, അങ്ങനെ പല 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 ഡെസിഗ്നേഷൻസ്. ഇങ്ങനെ ഒരു ലൈൻ ഓഫ് അതോറിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് മുകളിൽ സൂപ്രണ്ട്. അങ്ങനെ നമ്മൾക്ക് ഓരോ സ്ഥാപനത്തിലും ഓരോരുത്തരുടെ മുകളിലുള്ള ഒരു പ്രോപ്പർ അതോറിറ്റി, അതായത് ഏറ്റവും തൊട്ട് താഴെയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ തൊട്ട് മുകളിലുള്ള ഒരു അതോറിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ് ഈ സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. എന്താണ്? ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. നെക്സ്റ്റ് വൺ, ഓർഡർ, എവറിത്തിങ് ആൻഡ് എവറി വൺ ഇൻ ദെയർ പ്രോപ്പർ പ്ലേസ്. എല്ലാവരും എന്താണ്? എല്ലാവർക്കും അവരുടേതായ ഒരു പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ചെയ്യുന്ന വർക്കിലും മറ്റു കാര്യങ്ങൾക്കും എല്ലാവർക്കും ഒരു പ്രോപ്പർ പ്ലേസ് നൽകേണ്ടതാണ്. ദെൻ ഇക്വിറ്റി, ഫെയർ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ എംപ്ലോയീസ്. ഒരു സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിനും ഫെയർ ട്രീറ്റ്മെൻ്റ് ആയിരിക്കണം. അതായത് പക്ഷപാതം കാണിക്കാൻ പാടില്ല, എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. ഇതെല്ലാം ഫയോൾസിൻ്റെ പ്രിൻസിപ്പിളാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, 12ാമത്തത് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. ജോബ് സെക്യൂരിറ്റി പ്രൊമോട്ട്സ് പ്രൊഡക്ടിവിറ്റി. അതായത് നിങ്ങൾ വളരെ ജോലിയിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ടെസ്റ്റ് എഴുതി നമ്മൾ എക്സാം എഴുതി പോവുക, നമ്മൾ പെർമനൻറ്റ് എംപ്ലോയീസ് ആണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. നമ്മൾ എപ്പോഴായാലും ഇവിടുത്തെ സ്ഥിരം ജീവനക്കാരാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഒരു 3 മാസത്തേക്ക് വേണ്ടി ഒരാളെ തൽക്കാലത്തേക്ക് എടുക്കുന്നു, അവരുടെ പ്രൊഡക്ടിവിറ്റി നന്നായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ജോബ് സെക്യൂരിറ്റിയാണ് എപ്പോഴും പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത്. നമ്മൾ ജോബ് സെക്യൂർ ആണെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ, ടെന്യൂർ മീൻസ് കാലാവധി, സ്റ്റെബിലിറ്റി സ്ഥിരത. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി പ്രൊമോട്ട്സ് പ്രൊഡക്ടിവിറ്റി. അടുത്ത് 13ാമത്തത് ഇനിഷ്യേറ്റീവ്, എൻകറേജിങ് എംപ്ലോയി ഇൻപുട്ട് ആൻഡ് ഐഡിയാസ്. ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു കമ്പനിയിലെ ആണെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേമിൻ്റെ, കൂടുതലും ഈ മാനേജ്മെൻറ്റ് പറയുന്നത് ഒരു പ്രൈവറ്റ് ഫേമിനെ കുറിച്ച്, നമുക്കൊരു പ്രൈവറ്റ് ഫേം എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഈ മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ ഇൻപുട്ടിനെയും അവരുടെ ഐഡിയാസിനെയും നമ്മൾ എൻകറേജ് ചെയ്യണം, മേലധികാരികൾ എൻകറേജ് ചെയ്യണം. അല്ലാതെ എപ്പോഴും ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു നല്ല മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഇനിഷ്യേറ്റീവ്? എൻകറേജിങ് എംപ്ലോയി ഇൻപുട്ട് ആൻഡ് ഐഡിയാസ്. ലാസ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പിരിറ്റ് ഡി കോപ്സ്. അതൊരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ അർത്ഥം പ്രൊമോട്ടിങ് ടീം സ്പിരിറ്റ് ആൻഡ് യൂണിറ്റി. എന്താ പറയുന്നത്? നമ്മുടെ ടീം സ്പിരിറ്റിനെയും യൂണിറ്റിയെയും പ്രൊമോട്ട് ചെയ്യണം. അതിനാണ് എസ്പിരിറ്റ് ഡി കോപ്സ്. അപ്പോൾ ഇതാണ് ഫയോൾസിൻ്റെ 14 പ്രിൻസിപ്പിൾസ്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. വലിച്ചു വാരിയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നമുക്കൊന്നുകൂടെ വേഗം നോക്കാം. ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ, സ്കെലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, ഇനിഷ്യേറ്റീവ്, എസ്പിരിറ്റ് ഡി കോപ്സ്. ഇനി നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചതിൽ പെടാത്ത ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? FW ടൈലർ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ജസ്റ്റ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൊടുത്തതേ ഉള്ളൂ.
ഇനി അടുത്തതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഹൂ പ്രപ്പോസ്ഡ് ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റിൻ്റെ 14 തത്വങ്ങൾ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഹെൻറി ഫയോൾ. ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചതാണ്. വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്? ആ 14 പ്രിൻസിപ്പിൾസിലുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണത്? 1 എംപ്ലോയി റിസീവ്സ് ഓർഡേഴ്സ് ഫ്രം 1 ബോസ്. നമ്മൾ പഠിച്ചതാണ്. ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. വാട്ട് ഈസ് എസ്പിരിറ്റ് ഡി കോപ്സ്? അതായത് ടീം സ്പിരിറ്റ്, സ്റ്റാഫിൻ്റെ ഇടയിൽ ടീം സ്പിരിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന വേർഡിൻ്റെ അർത്ഥം. ഓക്കെ, ബാക്കി നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ഇങ്ങനെ വളരെ കൺസൈസ് ആയിട്ട് എന്നാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഇങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.